Hello friends, Appus Yatrayinte പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദുബായിലാണ്. ഓക്കെ, ദുബായിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ദുബായിയുടെ ഒരു പ്രധാനപ്പെട്ട അധികം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വേറെ എവിടെയല്ല, ദുബായിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ഹോട്ടൽ. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഒരു ദിവസത്തെ റേറ്റ് തന്നെ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ താമസിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് ബുർജ് അൽ അറബിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ അകഭാഗം, അതിൻ്റെ ഉൾവശം കാണാനായിട്ട് കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഉൾവശം കാണാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഒരു ടാക്സിയിലാണ്, നമ്മൾ നേരെ ബുർജ് അൽ അറബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എന്താണ് ബുർജ് അൽ അറബിൻ്റെ സ്പെഷ്യാലിറ്റി എന്നും എന്താണ് അവിടെ ഉള്ള ഫീച്ചേഴ്സ് എന്നും എന്താണ് അവിടെ നമ്മൾ പുറമേക്ക് മാത്രമേ സാധാരണ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്തൊക്കെ എങ്ങനെ ഉണ്ട്, അതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ബുർജിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് അകത്തേക്ക് കയറേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അവർ എല്ലാവരുടെ കയ്യിൽ നിന്നും ആ ഒരു റിസർവേഷനോ പാസോ ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതുവഴിയാണോ നമ്മുടെ എൻട്രൻസ് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ആ ഒരു റിസർവേഷൻ സ്ലിപ്പ് നമുക്കിവിടെ കാണിക്കാം. എന്നിട്ട് ഇവിടുന്നാണ് എൻട്രൻസ് എങ്കിൽ നമുക്ക് ഇതുവഴി അങ്ങ് കയറാം. അപ്പോൾ നമ്മുടെ എൻട്രൻസ് മാറിപ്പോയി. ജുമൈറ ബീച്ച് ഹോട്ടലിൽ അതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ ബഗ്ഗിയിൽ നമ്മളിങ്ങ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ അവിടെ ജുമൈറ ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബ്ലൂ ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. ജുമൈറ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ ഒരു ഹോട്ടൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കുഞ്ഞ് ദ്വീപിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1994 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ബുർജ് അൽ അറബിൽ എത്തിയിരിക്കുകയാണ്. ദുബായിലെ തിലകക്കുറി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ദുബായിലെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ഈ ബുർജ് അൽ അറബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഭയങ്കര ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു റെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അത് ക്ലെയിം ചെയ്ത് നമ്മൾ പാസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, ഇൻസൈഡ് ബുർജ് അൽ അറബ്. ഈ സംഭവം ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം. Do you mind if I take a picture of this? I mean the video? No, take. It's okay. There you go, sir, Mr. Praveen. This is your lanyard. Just have it on all the time. Yeah, sure. And this is your receipt. Just keep it with you for your reference. Yeah. In the meantime, I kindly request you to have a seat, and your tour will start shortly. Yeah, You sure. can enjoy your tour. Thank you. അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു ലോഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ബുർജിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, ഒരു ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ 90 മിനിറ്റ്സ് ടൂറിന് 250 ദിർഹംസാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു 90 മിനിറ്റ്സിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ജസ്റ്റ് ഒരു ഗൈഡഡ് ടൂർ നടക്കും. അപ്പോൾ ബഗ്ഗിയിൽ ആൾ നിറയുമ്പോഴായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇപ്പോൾ ബഗ്ഗി റെഡി ആയിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വണ്ടിക്കുള്ള ആളാകുമ്പോഴത്തേക്കും അവർ
അത്രയും ആൾക്കാരെയും കൊണ്ട് ആ ബഗ്ഗിയിൽ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ ഒരു ചെറിയ രജിസ്ട്രേഷൻ കാർഡും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പോൾ അതെല്ലാം കുടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുത്തെ ടൂറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ജേർണി തുടങ്ങുകയാണ്. അവർക്ക് ബഗ്ഗിൽ കയറി ഇരിക്കുകയാണ്. ഇത് ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കാലമായി ആയിട്ടുള്ള ഇവരിങ്ങനെ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല, ഇത് അനുഭവിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ദുബായിൽ നിങ്ങൾ ട്രിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. എന്തായാലും ബീച്ചിൽ നമ്മൾ അകം കണ്ടിട്ടില്ല, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് ഞാൻ എന്തായാലും ഈ ഒരു ഇത് ബുക്ക് ചെയ്തത്, ഈ ഒരു ടൂറ് ഞാൻ ബുക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിലൂടെയുള്ള മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയ ഒരു ഇവരുടെ തന്നെ ഒരു ചെറിയ റോഡിൽ കൂടെ ആയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. Notice this set slightly offshore on a man-made island 280 meters into the ocean, making it seemingly float just above the water. There are many features which are unique to Burj Al Arab, including the iconic helipad, which is hosted on a cantilever platform 210 meters high, and the stunning sky view bar 27 floors up with uninterrupted ocean views. ഈ ഗേറ്റിലാണ് നമ്മൾ നേരത്തെ വന്നത്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞ ഇതുപോലെ ഈ ടിക്കറ്റ് എടുത്തവർ എന്തായാലും ഇതുവഴി കയറാൻ പറ്റില്ല. ജുമൈറ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂ കാർഡ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഈ ബഗ്ഗി വഴി നമുക്ക് വരാൻ പറ്റുള്ളൂ. Wait for your turn. Please take in the breathtaking views of Medina Jumeirah and Jumeirah Beach Hotel. Camera build up, so we'll take a photo with our camera by one. The one first done, I will call the next one, yeah? So who wanna come first? ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ജുമൈറ ബീച്ച്, അതിൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മുടെ ബുർജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് ബുർജ് അൽ അറബ് എന്ന് പറയുന്ന ദുബായിലെ പ്രശസ്തമായിട്ടുള്ള, ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഹോട്ടൽ. ഇതാണ് ജുമൈറ ബീച്ച്. ചുറ്റുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട്, അതായത് ബുർജ് അൽ അറബ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരുടെ തന്നെ സ്റ്റാഫാണിത്. പുള്ളിക്കാരനാണ് നമ്മുടെ ബഗ്ഗി ഓടിക്കുന്നത്. പുള്ളി തന്നെ നമ്മളെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തു തരും, നല്ല ഫോട്ടോ എടുത്തു തരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം അവർ അതെടുക്കാനായിട്ട് കാശ് മേടിക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതെന്താ സംഭവിക്കുന്നത്. ഞാനത് നമ്മൾ ബുർജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കാർഡ് അവർ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെയാണ് ഒരു QR കോഡ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കാർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ ടൂർ കഴിയുന്ന സമയത്ത് ഫോട്ടോ ബൂത്തിൽ ചെന്നിട്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് ഈ QR കോഡ് വെച്ചിട്ട് ഇത് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താകുമെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. എന്നെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ച് ഒരു 3-4 ഫോട്ടോയൊക്കെ പുള്ളിക്കാരെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബഗ്ഗി. ഇതിലാണ് നമ്മൾ ഇതുവരെ വന്നത്. ഫോട്ടോഷൂട്ടിന് വേണ്ടി നിർത്തിയാണ്. നമ്മൾ വീണ്ടും കയറുവാണ്. ബുർജ് അൽ അറബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 321 മീറ്ററാണ്. പാരീസിലെ പ്രശസ്തമായിട്ടുള്ള ഈഫൽ ടവറിനെക്കാട്ടിലും 14 മീറ്റർ കൂടുതലാണിത്. Okay, so your welcome host is waiting to this door. Once you finish your tour, come back to this buggy stop and the buggy will take you back, yeah? Please. Let's try your tour. Rose water for your hands. Rose water for your hands. You have too much things there. Rose water for your hands.
Please have a seat. We'll be with you shortly. Thank you. Rose water for your hand. പനിനീരൊക്കെ തളിച്ച് നമ്മളെ കൈയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വാതിലിൽ തന്നെ നിന്നിട്ട് നമ്മളെ ഗൈഡ്, ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ഗൈഡ് നമ്മുടെ കയ്യിൽ അവരുടെ അറബികളുടെ പഴയ തളികയിൽ നിന്നുള്ള എന്താ പറയുക, തളികയാണെന്ന് തോന്നുന്നു, അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. Cold towels. Thank you. Cold towels. Thank you. കോൾഡ് ടവലാണ്. അപ്പം നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് തുടക്കൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണിത്. 7 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ്. മെയ്ഡ് ഇൻ ഫ്രാൻസ് സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതാ സാധനം. This is a working hotel. As a protocol of this hotel, in the lobby area, we won't be stopping there to take pictures, as to give as much privacy for our own in-house guests. But once we get into the escalator, you can start taking as much photos you want and videos you want. But in the end of the day, also, I will stop you in certain areas where you can take the best shot. I will give you the best tips as well. So are we all ready? Yes. Shall we start our journey? Yep. Thank you. Yeah. Let's not forget the mask and the lanyard, please. ബുർജ് അൽ അറബിൻ്റെ മെയിൻ റിസപ്ഷൻ ഇവിടെയാണെന്നാണ് ഈ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ഗസ്റ്റുകളുടെ പ്രൈവസി മാനിച്ചിട്ട് ഇവിടെ അധികം ഫോട്ടോസ് എടുക്കരുതെന്നും പറഞ്ഞു. ഫൗണ്ടനും നല്ലൊരു അടിപൊളി സീലിങ്ങും ഒക്കെ ആയിട്ട് ഒരു ആകെ മൊത്തം ഒരു രാജകീയ ഫീലാണ്. സൈഡിലൊരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായിയുടെ ആ ഒരു ലക്ഷറി വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഫുള്ളും നിറച്ചിരിക്കുന്നത്. ഈ റിസപ്ഷനിൽ ഇതെല്ലാം നല്ല ഒറിജിനൽ ഫ്ലവേഴ്സാണ്. പലതരത്തിലുള്ള ഓർക്കിഡും പല വേറെ തരത്തിലുള്ള ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. തറയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് തന്നെ വളരെ ഭംഗിയുള്ളതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള പാത്രങ്ങൾ പോലുള്ള സാധനങ്ങൾ, പിന്നെ ഇവിടെ സൈഡിലുള്ള കർട്ടൻസ്, ഇതെല്ലാം അതിൻ്റെ ആ ഒരു റിച്ച്നെസ് കൊണ്ട് നമ്മളെ വളരെയധികം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ആ ഒരു സെറ്റപ്പാണ് ഇവിടെ മൊത്തത്തിൽ. ഇനി ആരെങ്കിലും ബുർജ് അൽ അറബിൽ ഒരു ബിസിനസ് മീറ്റിനാണ് വരുന്നത്, നിങ്ങൾ അതിന് വേണ്ടിയുള്ള ആ ഒരു അറ്റയർ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇവിടെ അതിനുള്ള ഷോപ്പുണ്ട്. സ്യൂട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ഷോപ്പുണ്ട്. ഇതെല്ലാം ഇവിടെ എല്ലാം ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജായിട്ടാണ് ഇവിടെ ഉള്ളത്. തറയിൽ വിരിച്ചേക്കുന്ന കാർപ്പറ്റ് മുതൽ നമ്മുടെ ചുറ്റിനുള്ള തൂണും ടൈലും എന്താ പറയുക കർട്ടൻസും എല്ലാം ഇവിടെ എല്ലാം ആ ഒരു ആഢ്യത്വം വിളിച്ചോതുന്ന സംഭവങ്ങളാണ് ഉള്ള. ലിഫ്റ്റാണ് ഇവിടുത്തെ. ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ നേരത്തെ ഒരു വലിയ ഭരണി അതിൽ പൂക്കൾ വെച്ചിരുന്നെല്ലാം കാണിച്ചല്ലോ. ഈ ഫ്ലവേഴ്സ്, ഈ ഓർക്കിഡുകളും ഇതെല്ലാം ഒറിജിനലാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒറിജിനലാണ്. അറിയാൻ വേണ്ടി ഒന്ന് തൊട്ട് നോക്കിയത്. ഈ ഓർക്കിഡൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. So we have arrived at the panoramic elevator. This is specially elevator that ascends 200 meters above sea level, and the journey from here to the top is going to take us only 47 seconds. And it overlooks the Arabian Gulf. So please, we are all here. Taratari. Taratari.
How are you? Oh, Good? You're happy? You're very good? Yes. Show. now I'm 40 സെക്കൻഡില് So you're overlooking the മുകളിലേക്ക് പോകുന്ന വളരെ and the iconic beach club downstairs. But don't worry, if you didn't get a good chance to take a better picture here, when you go to the royal suite, you have a bigger windows, so you can take the best pictures from the right hand side and the left hand side of the Burj. Please. Sure. So we have arrived at the royal suite floor. This floor for 22 years, and not even the in-house guests can come to this floor. This is where royalty, celebrities, and head of state chose to stay when they ever become a stay in Dubai. So all of you are now royalty, and all of you are celebrity. Why not, right? yes, why not? So the first thing you're gonna see is real 24 karat gold on the ceiling, all the way. Gold, woman, straight away, right? They love everything you see here is gold plated or 24 real 24 karat gold, and as well gold leaves. Yes, when you finish the tour later on, you're going to use this elevator to take you down to the Lobby. souvenir shop and as well retail shop to your buggies. So let's go to the royal suite because we have a slot there. We have arrived at the most exclusive part of Burj Al Arab, the royal suite. So now we know where royalty, celebrity usually come and stay. So we are on time. See? Right on time. So once you stay here, you're gonna have your own private butler. So you're gonna just be like king and queen. You just order, everything is done for you. You don't have to worry about booking, about transportation, about anything. So shall we knock the door and see what happens? Yep. What is this? Yes, sir. Razda, come knock the door. Knock, please. knock, knock. Knock, knock, karo. Knock, knock, knock.